Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്റ്റ് എന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബയോ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ്, കൊളോയിഡ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് എടുത്തു തരാനായിട്ട് പോകുന്നത് സുറുമി മാം ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ശ്രദ്ധയോടെ തന്നെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താം. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ചാനലിലും ഒന്നും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ കയറി ജോയിൻ ചെയ്യുക. റീസെൻ്റ് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് PSC എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിൻ്റെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാം. കുറേയധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രീ ക്ലാസ്സുകളാണ്, സാനിറ്ററി കെമിസ്ട്രിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ അതൊക്കെ ആക്സസ് ചെയ്യാനായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ക്ലാസ്സുകൾ ഉപകാരപ്രദമാക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൊളോയിഡ്സിനെ പറ്റിയിട്ടാണ്. കൊളോയിഡ്സ് എന്താണ്? കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ ടു എക്സ്ട്രീംസ് ഓഫ് എ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. അതായത് നമ്മൾ പഞ്ചസാര വെള്ളം അതൊരു ട്രൂ സൊല്യൂഷനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ പഞ്ചസാര വെള്ളത്തിലെ പഞ്ചസാര അല്ലേ വെള്ളത്തിൻ്റെ കണികനെ? നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിൽ താഴെ ആയിരിക്കും. ഞാൻ സൊല്യൂഷൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. പിന്നെ പഞ്ചസാര വെള്ളത്തിൻ്റെ എവിടുന്ന് എടുത്ത് നോക്കിയാലും എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും അല്ലേ. അതേസമയം മണ്ണാണ് വെള്ളത്തിലെടുത്ത് കലക്കിയതെങ്കിലോ അതൊരു സസ്പെൻഷനാണ്, പാർട്ടിക്കിൾ സൈസ് വലുതാണ്, നമുക്ക് കാണാൻ പറ്റുമല്ലേ. അതുപോലെ അത് ഹോമോജീനസ് ആണോ? അല്ല. ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് നോക്കിയാൽ അതുപോലെ ആയിരിക്കത്തില്ല. മണ്ണ് കലക്കിയ ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം വേറെ എടുത്ത് നോക്കിയാൽ എല്ലാം ഒരു ഹെട്രോജീനസ് മിക്സ്ചർ ആയിരിക്കും അല്ലേ. സോ നമുക്ക് ഒരുപോലെ ആയിരിക്കത്തില്ല. പാർട്ടിക്കിൾ സൈസോ ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ആയിരിക്കും, വലുത് നമുക്ക് കാണാനൊക്കെ പറ്റും. സോ ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഒരു കൊളോയിഡ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് പാർട്ടിക്കിൾ സൈസ് ലൈസ് ഇൻ ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ. 1 നാനോമീറ്റർ താഴെയായാൽ അത് സൊല്യൂഷനാണ്, മുകളിലോട്ട് പോയാൽ അത് സസ്പെൻഷനിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാർട്ടിക്കിൾ സൈസ് ഒക്കെയാണ് വരുന്നത്. ഇറ്റ്സ് എ ഹെട്രോജീനസ് സിസ്റ്റം ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് dispersed as very fine particle in another substance called dispersion medium. സാധനം ഹെട്രോജീനസ് ഒക്കെ തന്നെയാണ് സസ്പെൻഷൻ പോലെ. പക്ഷേ എന്താണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും കാണാനായിട്ടൊന്നും പറ്റില്ല. ഇറ്റ്സ് ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ. ഡിസ്പേഴ്സ്ഡ് ഫേസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ സൊല്യൂഷൻ്റെ കാര്യത്തിൽ പഞ്ചസാര എന്താണ്? സൊല്യൂട്ടാണ്, സോൾവെൻറ്റിലോട്ട് അത് മിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ക്ലോയിഡിൻ്റെ കാര്യത്തിൽ അതിന് പറയുന്നത് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എങ്ങോട്ട് എന്ത് ചെയ്യുന്നു? മിക്സ് ആവുന്നു ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിലോട്ട്. ഓക്കെ. It's a heterogeneous system in which one substance dispersed as very fine particle in another substance called dispersed medium. അതായത് സോൾവെൻ്റ് എന്ന് നമ്മൾ സൊല്യൂഷനിൽ പറഞ്ഞതാണ്. കൊളോയിഡ്സിൻ്റെ കേസിൽ സോൾവെൻറ്റിൻ്റെ പകരം ആരാണ്? ഡിസ്പേഴ്സ്ഡ് മീഡിയം, ഒരു മീഡിയമാണ്. ഓക്കെ. സൊല്യൂഷൻ്റെ കാര്യത്തിൽ നമ്മൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞു അല്ലേ, പഞ്ചസാര എടുത്തിടുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെള്ളത്തിലോട്ട്. സോ സൊല്യൂട്ടാണ്. ഇവിടെ അതിന് പകരം എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. സോ ഈ DM DP ഡിസ്പേഴ്സ്ഡ് മീഡിയം ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഈ പറഞ്ഞ കൊളോയിഡ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ടിൻഡൽ എഫക്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, ടിൻഡൽ എഫക്റ്റ് എന്തുകൊണ്ടാണ്? എന്ത് പ്രതിഭാസമാണ് ലൈറ്റിൻ്റെ? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ. ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ. അതുകൊണ്ടാണ് നമ്മൾ കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ ലൈറ്റ് കടന്നു പോകുന്ന വഴി ആ ഒരു പാത്ത് വേ ഓഫ് ബീം അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിനകത്തുള്ളത് ഫൈൻ പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ തട്ടിയിട്ട് പ്രകാശത്തിന് എന്ത് സംഭവിക്കും? സ്കാറ്ററിങ് സംഭവിക്കും. ഓക്കെ.
അത് കാരണമാണ് ടിൻഡൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. ദ ടിൻഡൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് എന്താണ് കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, സ്കാറ്റർ ലൈറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ സ്പേസ്, ഏത് ഡയറക്ഷനിലോട്ടും കടത്തിവിടും. ദിസ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഇല്ലുമിനേറ്റ്സ് ദ പാത്ത് ഓഫ് ബീം ഇൻ ദ ക്ലൗഡൽ ഡിസ്പെർഷൻ. സോ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ ആ ഒരു പാത്ത് ഓഫ് ബീം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദിസ് എഫക്റ്റ് വാസ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ആരാണ്, ഫാരഡേ എന്ന സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് ലേറ്റർ സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ ബൈ ടിൻഡൽ ആൻഡ് ഈസ് ടേംഡ് ആസ് ടിൻഡൽ എഫക്റ്റ്. ഓക്കെ, പക്ഷേ ഈ ടിൻഡൽ എഫക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് എന്താണ് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തിനേക്കാൾ ചെറുതാവാൻ പാടില്ല ആ കൊളോയിഡൽ സിസ്റ്റത്തിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ പാർട്ടിക്കിളാണ്, അപ്പം വേവ് ലെങ്തിനേക്കാൾ കുറഞ്ഞ പാർട്ടിക്കിൾ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്കാറ്ററിങ് നടക്കില്ല. ഓക്കെ, then the refractive indices of the dispersed phase and the dispersion medium differ greatly in magnitude. രണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലും വ്യത്യാസം ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ, എന്നാലേ നമുക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ടിൻഡൽ എഫക്റ്റ് ആണ്. ഓക്കെ, പിന്നെ പറയാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതായത് ഈ ക്ലൗഡൽ പാർട്ടിക്കിൾസ് അപ്പിയർ ടു ബി ഇൻ എ സിഗ്സാക് മോഷൻ. അത് നമ്മൾ ക്ലൗഡൽ സൊല്യൂഷൻ എടുത്ത് വെച്ച് അതിനകത്ത് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ ഒരു സിഗ്സാക് മാനറിലായിരിക്കും. ഓക്കെ, ഇതാരാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്, നമുക്ക് അതാണ് വേണ്ടത്, റോബർട്ട് ബ്രൗൺ. അതാണ് ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇലക്ട്രോഫോറസിസ്, അപ്പോൾ പേര് കേൾക്കുമ്പോഴോ സയൻറ്റിസ്റ്റിനെ ഓർക്കുമല്ലോ. ദെൻ ഇലക്ട്രോഫോറസിസ് എന്താണ്, നമ്മുടെ ഈ ക്ലൗഡൽ പാർട്ടിക്കിൾസിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊടുത്താൽ ഇത് മൂവ് ചെയ്യും under the influence of an electric field. This movement of colloidal particle is called electrophoresis. Okay, electrophoresis എന്താ മനസ്സിലായല്ലോ. The positively charged soul particle move towards cathode, the negatively charged particle move towards the anode. നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഞാൻ ആനോഡിൻ്റെ ചാർജ് എന്താണ്, കാഥോഡിൻ്റെ ചാർജ് എന്താണ്, ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സ്വന്തം കോഡാണ്. ആനോഡ് പോസിറ്റീവ് ചാർജാണ്. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും ആനോഡിലോട്ട് വരുന്നത്. സോ ആനോഡിന് എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്. ആനോഡ് പോസിറ്റീവ്, AP ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ് ഞാൻ ഓർത്ത് വയ്ക്കാറ്. കാഥോഡിന് നെഗറ്റീവ് ചാർജാണ്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാഥോഡിലോട്ടാണ് വരിക. സോ കാഥോഡിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവാണ്. കാഥോഡിൻ്റെ ചാർജാണ് നെഗറ്റീവ്, കാഥോഡിലോട്ട് വരുന്നതല്ല. നിങ്ങൾ എങ്ങനെയാണോ ഐഡിയ, നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ നിങ്ങളത് കരുതി വെച്ചേക്കുന്നത് അതനുസരിച്ച്. അപ്പോൾ എൻ്റെ ഉള്ളിൽ CN കാർട്ടൂൺ നെറ്റ്വർക്ക്, പണ്ടത്തെ ഒരു ചാനലായിരുന്നു CN കാർട്ടൂൺ നെറ്റ്വർക്ക്, ഓർമ്മയുണ്ടോ? അപ്പോൾ ആ കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ ഫുൾ ഫോം ഞാൻ എന്ത് ചെയ്തു, കാഥോഡ് നെഗറ്റീവ് എന്നും AP ആന്ധ്രാപ്രദേശ് എന്ന് എൻ്റെ മനസ്സിൽ പണ്ടെങ്ങോ പറഞ്ഞതാണ്. സോ ആനോഡെന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആന്ധ്രാപ്രദേശ് എന്ന് വരും. AP അതായത് ആനോഡ് പോസിറ്റീവാണ്, CN കാർട്ടൂൺ നെറ്റ്വർക്കാണ്. അങ്ങനെയാണ് ഞാനത് ഓർത്തിരിക്കുക. അത് രണ്ടും അതിൻ്റെ എന്താ പറയുക ചാർജാണ്, അതിലോട്ട് വരുന്നതിൻ്റെ അല്ല. കാഥോഡിലോട്ട് വരുന്നത് ആരായിരിക്കും, പോസിറ്റീവ് ചാർജ്ഡ് ആയിരിക്കും. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും എങ്ങോട്ട് വരുന്നത്, ആനോഡിലോട്ട്. കാരണം ആനോഡിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവാണ്. AP ആനോഡ് പോസിറ്റീവാണ്. കാഥോഡ് CN കാർട്ടൂൺ നെറ്റ്വർക്ക് കാഥോഡ് നെഗറ്റീവാണ്. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു വെച്ചേക്കുന്നത് അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. ഞാൻ പറഞ്ഞത് കേട്ട് കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കരുത്. ഒന്നും ചിന്തിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കാഥോഡിൻ്റെ ചാർജും ആനോഡിൻ്റെ ചാർജുമാണ്, അതിലേക്ക് വരുന്നവരെ അല്ല, ഓർത്തിരിക്കാം. ദെൻ ഇലക്ട്രോഓസ്മോസിസ് എന്താണ്, ഇലക്ട്രോഫോർസിസ് പറഞ്ഞല്ലോ, ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്യും, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ആ മൂവ്മെൻറ്റിനെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അല്ലെങ്കിൽ സ്പെഷ്യൽ മെത്തേഡ് വഴി നമ്മൾ തടഞ്ഞു നിർത്തിയാൽ എന്ത് ചെയ്യുന്നു, ഡിസ്പേഴ്സിംഗ് മീഡിയം ഓഫ് ദ കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് ബ്രോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, തടഞ്ഞു നിർത്തുകയാണ്. ആൻഡ് ദ പാർട്ടിക്കിൾസ് ആർ അറസ്റ്റഡ്. അതിനെ തടഞ്ഞു നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൊയാഗുലേഷൻ ആണ്. അതായത് ഈ പറഞ്ഞ എന്താ പറയുക, ക്ലോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യും. അതായത് എന്ത് ചെയ്യുന്നു, സെറ്റിലിംഗ് ഓഫ് ക്ലോയിഡൽ പാർട്ടിക്കിൾസ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ബൈ ഇലക്ട്രോഫോറസിസ്, അതുപോലെ തന്നെ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾ ബൈ ബോയിലിംഗ്, അതുപോലെ പെർസിസ്റ്റൻറ്റ് ഡയാലിസിസ് ആൻഡ് ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു കൊയാഗുലേഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ കൊയാഗുലേഷൻ ഉള്ള മെത്തേഡ്സാണ് ഇലക്ട്രോഫോറസിസ്, അതുവഴി പറ്റും. അതുപോലെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസിനെ മിക്സ് ചെയ്താൽ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്താൽ പറ്റും, ബോയിൽ ചെയ്താൽ പറ്റും, പെർസിസ്റ്റൻറ്റ് ഡയാലിസിസ്, ഇതെല്ലാം ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് കൊയാഗുലേഷൻ എന്ത് ചെയ്യും, നമുക്ക് പോസിബിൾ ആകും. ഓക്കെ,
അടുത്ത് പറയാൻ പോകുന്നത് ഈ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ എന്ന് ആദ്യം അറിയാം. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം. അതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ അങ്ങനത്തെ സംഭവങ്ങൾ. ദെൻ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം, അത് തമ്മിലൊരു അട്രാക്ഷനോ ഇൻട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, അത് തമ്മിൽ അതിനെ ബേസ് ചെയ്തിട്ട്. ദെൻ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഓക്കെ, ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ട് നമ്മൾ കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഒന്ന് നോക്കിയേക്കാം. ശരി, ഇവിടെ നോക്കിക്കേ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ ആദ്യ കോളത്തിൽ ഡിസ്പേർഷൻ മീഡിയം, അതായത് നമ്മൾ ഇതിലോട്ടാണോ മിക്സ് ചെയ്യുന്നത് അത് ഡിസ്പേർഷൻ മീഡിയം ആണ്. അപ്പോൾ അത് ഗ്യാസ് ആണെങ്കിൽ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ആണെങ്കിൽ എന്താണ്, എയറോസോൾ. പക്ഷേ ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആണോ, പിന്നെ അതിനകത്തോട്ട് വരുന്നത് എന്തായാലും നമ്മൾ എയറോസോൾ എന്നാണ് പറയാം. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗ്യാസിൻ്റെ കൂടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് തന്നെ വന്നില്ല. അതെന്തായിരിക്കും കാരണം, അതൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറയാം എന്തായിരിക്കും. പറഞ്ഞ പോലെ പാർട്ടിക്കിളിൻ്റെ സൈസാണോ, അതല്ലെങ്കിൽ അത് ഹോമോജീനസ് ആണോ, ഹെട്രോജീനസ് ആണോ, എന്തുകൊണ്ടായിരിക്കും ഗ്യാസിനകത്തോട്ട് ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരാത്തത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഈ ടേബിൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കാരണം അത് കൊളോയിഡ് അല്ല. എന്തുകൊണ്ടായിരിക്കും, വൈ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. ദെൻ ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണെങ്കിൽ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ആണെങ്കിൽ നമുക്ക് ആ കൊളോയിഡിനെ എന്ത് ടൈപ്പ് എന്ന് പറയാം, ഫോം ആണെന്ന് പറയാം. അതായത് നമ്മുടെ ഈ കുളിക്കുമ്പോഴൊക്കെ പത ഉണ്ടാവില്ലേ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി എന്തുകൊണ്ടായിരിക്കും, ഗ്യാസ് ബബിൾസ് കാരണം പത ഉണ്ടാവുന്ന കണ്ടിട്ടില്ലേ, അത് ലിക്വിഡിലോട്ട് വരുന്നതുകൊണ്ടല്ലേ. സോ ഫോം ആണത്. ഫോമിലെ ഡിസ്പേർഷൻ മീഡിയം ഏതാണ്, ലിക്വിഡാണ്. ഇനി ലിക്വിഡിലേക്ക് ലിക്വിഡ് തന്നെയാണെങ്കിലോ, പാലിൽ വെള്ളം ചേർക്കുന്നു, അതെന്താണ്, ഇമൾഷനാണ്. ഓക്കെ, ഇനി ലിക്വിഡിലോട്ട് സോളിഡാണ് വന്ന് വീഴുന്നെങ്കിലോ, നമ്മൾ സാധാരണ ഇപ്പോൾ എക്സാമ്പിളൊക്കെ പറഞ്ഞ പോലത്തെ എന്താ പറയാം, സോളിഡ് വരുന്ന ലിക്വിഡ് അത് സോൾ എന്ന് പറയും. ഓക്കെ, ഇനി സോൾ താഴെ നോക്കിക്കുക, ഏറ്റവും താഴെ സോളിഡ് രണ്ടും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും സോളിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, സോളിഡ് സോൾ. ഓക്കെ, അങ്ങനെയാണ് പറയാം. ഇനി ബാക്ക് ടു സോളിഡിലോട്ട് ഗ്യാസ് ആണെങ്കിലോ നമ്മൾ എന്തെന്ന് പറയും, അതിനെ സോളിഡ് ഫോം എന്ന് പറയും. ഓക്കെ, ഗ്യാസ് വന്നിട്ട് സോളിഡിലോട്ട്, അതായത് സോളിഡാണ് അവിടുത്തെ ഡിസ്പേർഷൻ മീഡിയം എങ്കിൽ ഗ്യാസ് ആണ് വരുന്നതെങ്കിൽ എന്ത് പറയും, സോളിഡ് ഫോം എന്ന് പറയാം. ദെൻ സോളിഡിലോട്ട് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ ആ കൊളോയിഡിനെ എന്തെന്ന് പറയും, ജെല്ലെന്ന് പറയും. ഓക്കെ അല്ലേ? ഇതിനൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുക അല്ലേ. ഇപ്പം ജെല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എക്സാമ്പിൾ ജെല്ലി അല്ലെ ചീസ് എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി എയറോസോളിന് എക്സാമ്പിൾ പറയുമ്പോൾ ഫോഗും മിസ്റ്റ് സ്മോക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നതാണ് സ്മോക്ക്. അത് നമുക്ക് ഓർത്തിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഫോം, പത, വിപ്പിഡ് ക്രീം ഓർക്കാമല്ലോ, അത് ഫോമിന് എക്സാമ്പിളാണ്. ഇമൾഷൻ, പാലിൽ വെള്ളം ചേർക്കുന്ന പോലെ തന്നെയാണ് മയണൈസും ഹെയർ ക്രീമൊക്കെ ഉണ്ടാക്കുന്നത്, അതും ലിക്വിഡ് ടു ലിക്വിഡാണ്. ഇമൾഷൻ ഓർത്തിരിക്കാമല്ലോ. ദെൻ നമ്മുടെ സാധാരണ ലിക്വിഡിലോട്ട് സോളിഡ് വന്ന് വീഴുന്നത് നമ്മുടെ പെയിൻറ്റ്, അതൊരു കൊളോയിഡൽ സിസ്റ്റം അല്ലേ, പെയിൻറ്റ്, സെൽഫ് ഫ്ലൂയിഡ്, ഇതൊക്കെ സോളിഡ് പാർട്ടിക്കിളാണ്. ഡിസ്പേർഷൻ മീഡിയമായിട്ട് അത് വരുന്നത് ലിക്വിഡ് വരുന്നത്. ഓക്കെ, സോളിഡ് പോയി ലിക്വിഡിലോട്ടാണ് സോൾ. ദെൻ ഫോം, അഗെയിൻ സോളിഡ് ഫോം, അതായത് സോളിഡിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസ് വരുന്നത്. അത് ഈ പറഞ്ഞ പിമിക് സ്റ്റോണും അതുപോലെ പ്ലാസ്റ്റിക് ഫോംസ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം. ദെൻ സോളിഡ് സോളിന് ഗ്ലാസ്, റൂബി ഗ്ലാസ് വിത്ത് ഡിസ്പേഴ്സ്ഡ് മെറ്റലാണ് എന്തെന്ന് പറയുന്നത്, ഈ റൂബി ഗ്ലാസ് എന്ന് പറയുന്നത്. സോ സോളിഡ് സോളിന് എക്സാമ്പിളാണ് റൂബി ഗ്ലാസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡ് ഉപയോഗിച്ചോ കാര്യങ്ങൾ ഉപയോഗിച്ചോ ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്. ശരി, ഇതാ നോക്ക്, ഹൈഡ്രോസോൾ എന്താണ്, ഡിസ്പേഴ്സ്ഡ് മീഡിയം വാട്ടർ ആണെങ്കിൽ നമ്മളത് ഹൈഡ്രോസോൾ എന്ന് പറയാം. എയറോസോൾ മീൻസ് എന്താ, ഡിസ്പേഴ്സ്ഡ് മീഡിയം എയർ ആണ്. ആൽക്കസോൾ എന്തായിരിക്കും അപ്പം, ഡിസ്പേഴ്സ്ഡ് മീഡിയം ആൽക്കഹോൾ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ DP ആൻഡ് DM, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. നോക്കാം, ലയോഫിലിക് എന്നും ലയോഫോബിക് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ലയോഫിലിക് എന്ന് പറഞ്ഞാൽ, ഫിലിക് എന്താണ്, ലവിങ് എന്നാണ്. ഓക്കെ, ലയോഫിലിക് എന്ന് പറയുമ്പോൾ അപ്പം തമ്മിൽ ഇഷ്ടമുള്ളത്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലേ പറയുന്നത്. ഓക്കെ, ലയോഫോബിക്, ഫോബിയ എന്താണ്, പേടി. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയം തമ്മിൽ വലിയ കാര്യമായ അട്രാക്ഷൻ ഇല്ലാത്തത് എന്ന രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകത നോക്കാം. ദീസ് ലയോഫിലിക് ലവിങ് ആണ്. ഫിലിക് മീൻസ് ലവിങ് ആണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് എന്ന് പറഞ്ഞ പോലെ ലയോഫിലിക്. ഓക്കെ, ദീസ് ആർ പ്രിപ്പേർഡ് ബൈ സിമ്പിൾ മിക്സിംഗ് ഓഫ് DP ആൻഡ് DM. സിമ്പിളി നമുക്ക് എടുത്ത് അങ്ങ് മിക്സ് ചെയ്താൽ മതി. പക്ഷേ ലയോഫോബിക് എന്ന് പറയുന്നത് പ്രിപ്പേർഡ് ബൈ സം സ്പെഷ്യൽ മെത്തേഡ് ആവശ്യമാണ് അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ. ദെൻ ലയോഫിലിക് ആയിട്ടുള്ള കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. ബട്ട് ലയോഫോബിക് എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. എടുത്ത് മിക്സ് ചെയ്ത് എഴുതാൻ
മിക്സ് ചെയ്തത് തന്നെയാണ്, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലയോഫിലിക് സ്റ്റേബിൾ ഡ്യൂ ടു സോൾവേഷൻ. ഓക്കെ, സോൾവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ട് ലയിപ്പിക്കുന്ന സമയത്ത് അതിന് ചുറ്റും ഇപ്പം വാട്ടറിലോട്ട് സോഡിയം ക്ലോറൈഡ് സോഡിയം എടുത്തിട്ടാണ്, അപ്പോൾ ആ സോഡിയത്തിന് ചുറ്റും വന്ന് വാട്ടർ മോളിക്യൂൾ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഒരു സോൾവേഷൻ, സോ അത് പെർമനൻ്റ് ആയിട്ട് എന്തായിരിക്കും? നന്നായി അത് ലയിച്ച് ചേർന്നിട്ടുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും സ്റ്റേബിൾ ഡ്യൂ ടു സോൾവേഷൻ ആണ്, നന്നായിട്ട് ലയിക്കും ഏതാണോ ഡിസ്പേർഷൻ മീഡിയം അവിടെ. ബട്ട് ലയോഫോബിക് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്, ഇച്ചിരി പാടാണ് അത് എന്ത് ചെയ്യാൻ, ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിലോട്ട് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ട്, ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദെൻ വിസ്കോസിറ്റി ഓഫ് ദ ഡി പി ഈസ് ഗ്രേറ്റർ ദാൻ ഡി എം. എവിടെ ലയോഫിലിക് ആണെങ്കിൽ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ വിസ്കോസിറ്റി ആയിരിക്കും കൂടുതൽ. പക്ഷേ ലയോഫോബിക്കിൽ വിസ്കോസിറ്റിയൊക്കെ സെയിം ആയിരിക്കും, അവർക്ക് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ പോയാലും ലയോഫോബിക് ആണല്ലോ, അപ്പോൾ അവിടെ വിസ്കോസിറ്റിയിൽ വ്യത്യാസം വന്നിട്ട് എന്തിനാ? പക്ഷേ ലയോഫിലിക്കിൽ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ വിസ്കോസിറ്റിയാണ് ഡിസ്പേഴ്സ്ഡ് മീഡിയത്തെക്കാൾ കൂടുതൽ. ദെൻ സർഫസ് ടെൻഷൻ ഈസ് ലെസ്സർ ദാൻ ഡി എം. അപ്പോൾ വിസ്കോസിറ്റി കൂടുതലും സർഫസ് ടെൻഷൻ കുറവും ആർക്കാണ്? ലയോഫിലിക് ആയിട്ടുള്ള ക്ലോയിഡൽ സിസ്റ്റത്തിനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം വിസ്കോസിറ്റി കൂടുതലും ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ വിസ്കോസിറ്റി കൂടുതലും സർഫസ് ടെൻഷൻ കുറവും എവിടെയാണ്? ആ ലയോഫിലിക് ക്ലോയിഡൽ സിസ്റ്റത്തിലാണ്. അതേസമയം ലയോഫോബിക്കിൽ വിസ്കോസിറ്റി സെയിം ആസ് ദാറ്റ് ഓഫ് ടി എം, സർഫസ് ടെൻഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡി എം. ഓക്കെ അല്ലേ? ഓർത്തിരിക്കുക. പിന്നെ എക്സാമ്പിൾസ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് ജെലാറ്റിൻ, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗം, അങ്ങനെ ഓർഗാനിക് എല്ലാം ലയോഫിലിക് ആണ്. അവരുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയം ഒക്കെ തമ്മിൽ നല്ല അട്രാക്ഷൻ ആണ്. പക്ഷേ ലയോഫോബിക് വരുന്നത് ആരാണ്? ഇനോർഗാനിക് കോമ്പൗണ്ട് ലൈക്ക് മെറ്റൽസ്, മെറ്റൽ സൾഫൈഡ്, ഇതെല്ലാം എന്താണ്? ലയോഫോബിക് ആയിട്ടുള്ള കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ടല്ലോ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിൾസിൻ്റെ ടൈപ്പ് അനുസരിച്ച്. ഫസ്റ്റ് പറയുന്നത് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് ആണ്. എന്ന് വെച്ചാൽ മൾട്ടി എന്താണ്? പലതരം, ഒരുപാട് അല്ലേ. അപ്പം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു കൊളോയിഡൽ സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിന് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് എത്തും. അതായത് കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചേർന്നിട്ട് ഒരു ഇച്ചിരി വലുത്, എന്നാലും സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ, ആ ഒരു റേഞ്ചൊക്കെ വരുള്ളൂ. എക്സാമ്പിൾ ഗോൾഡ് സോളും സൾഫർ സോളും ആണ്. എന്താണ്? ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആർ അഗ്രിഗേറ്റ് ടു ഫോം സ്മോൾ മോളിക്യൂൾസ്. ഓക്കെ, മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്രോ പേര് തന്നെ ഉണ്ട്, വലുതാണ്. ആ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്തായിരിക്കും? അതൊരു കൊളോയിഡൽ സിസ്റ്റത്തിൽ വരേണ്ട പാർട്ടിക്കിൾസിൻ്റെ സൈസിൻ്റെ അത്രയും തന്നെ ഏകദേശം വലുതായിരിക്കും, ഒരു 100 നാനോമീറ്റർ ഒക്കെ വരാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഓക്കെ, the particles of dispersed phase are sufficiently big in size to be colloidal range. ഓക്കെ, ആ ഒരു colloidal range തന്നെ ആയിരിക്കും അതിൻ്റെ സൈസ് ഉണ്ടാവുക. എക്സാമ്പിൾ സോൾസ് ഓഫ് സ്റ്റാർച്ച്, പ്രോട്ടീൻ, നൈലോൺ, പോളിസ്റ്റൈറീൻ, സിന്തറ്റിക് റബ്ബർ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മാക്രോമോളിക്കുലർ കൊളോയിഡ്സിന് എക്സാമ്പിൾ. ഇതിൽ കണ്ടോ, മാൻ മെയ്ഡ് ആയിട്ടുള്ള മാക്രോമോളിക്കുലർ കൊളോയിഡ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം സിന്തറ്റിക് റബ്ബർ, പോളിസ്റ്റൈറീൻ. ഓക്കെ, നാച്ചുറലിന് എക്സാമ്പിൾ ആരാണ്? സ്റ്റാർച്ച്, പ്രോട്ടീൻ. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. അങ്ങനെ പ്രത്യേകം തന്നെ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എങ്ങാനും നിങ്ങളോട് ചോദിച്ചാലോ ഒരു മാൻമെയ്ഡ് എന്താ പറയുക കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. ഓക്കെ, നേരത്തെ പറഞ്ഞ രണ്ട് കൂട്ടത്തിലും പെടാത്ത ചിലരുണ്ട്. അസോസിയേറ്റഡ് കൊളോയിഡ്സ്, അസോസിയേഷൻ ആണ്. അതായത് നോർമലി കോൺസെൻട്രേഷൻ അവർ ഇച്ചിരിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നാൽ അതൊരു കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡൽ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും. എന്താ പറഞ്ഞത്? കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടുന്നത്, സൈസും കാര്യങ്ങളൊന്നും അല്ല. അതായത് ഇച്ചിരിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോലൈറ്റ് ആയിട്ടോ അല്ലെ അലർജി ചേരുന്ന രീതിയിൽ അതങ്ങ് പോകും. അല്ല, കോൺസെൻട്രേഷൻ ഇച്ചിരി കൂടി നമ്മൾ കൂട്ടിയെന്ന് വെച്ചോ, ഇറ്റ്സ് ബിഹേവ് ആസ് കൊളോയിഡൽ സൊല്യൂഷൻ. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് അഗ്രിഗേറ്റ്. എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ കൂടുക മീൻസ് അളവ് കൂടുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ അഗ്രിഗേറ്റ് ആവുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ പക്ഷേ സൈസിൻ്റെ ബേസിൽ അഗ്രിഗേഷൻ പറഞ്ഞത്, ഇത് അതല്ല. കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. ആ പാർട്ടിക്കിളിനെ നമ്മൾ മൈസെല്ലീസ് എന്ന് പറയും. ഓക്കെ, MICELLES ആണ്. ഓക്കെ, മൈസെല്ലി ഫോർമേഷൻ അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എക്സാമ്പിൾ ഏതാണ്? സോപ്പ്, ഡിറ്റർജൻറ്റ്. ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. മൈസെല്ലി ഫോർമേഷൻ എക്സാമ്പിൾ ആണ് ഒരു സോപ്പും ഡിറ്റർജൻറ്റും. ഓക്കെ, ഇറ്റ്സ് ടേക്സ് പ്ലേസ് ഓൺലി അബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കാൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് കേട്ടാൽ ഇനി ഓർക്കുമല്ലോ മൈസെല്ലി ഫോർമേഷൻ, കൊളോയിഡൽ സിസ്റ്റം. ആൻഡ് അബവ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കാൾഡ് ക്രിട്ടിക്കൽ മൈസെല്ലി കോൺസെൻട്രേഷൻ, CMC. ഓർത്തിരിക്കുമല്ലോ. ഇനി സോപ്പിൻ്റെ CMC എത്രയാണ്? 10 raised to -4 to 10 raised to -3 mol per liter ആണ്. ഓർത്തിരുന്നോണം കേട്ടോ. ഓക്കെ, അപ്പം മൈസെല്ലി ഫോർമേഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്?
കൊളോയിഡൽ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. അവിടെ എന്താണ് സാധനം? ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ക്ലൗഡ് പാർട്ടിക്കിൾസ്. ആൻഡ് ഹിയർ എന്താ സംഭവം എന്താണ്? കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് അഗ്രിഗേറ്റ് ചെയ്തിട്ട് മൈസെല്ലി ഫോർമേഷൻ നടക്കും. സോ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണോ അതിൻ്റെ ഒരു അപ്പിയറൻസ് ആയിരിക്കും. എക്സാമ്പിൾ ആരാണ്? സോപ്പ് ഡിറ്റർജൻറ്റ്. CMC എന്താണ്? ക്രിട്ടിക്കൽ മൈസെല്ലി കോൺസെൻട്രേഷൻ. അത് സോപ്പിൻ്റെത് എത്രയാണ്? 10⁻⁴ to 10⁻³ മോൾ പെർ ലിറ്റർ ആണ്. ഈ മൈസെല്ലി ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിന് നമ്മൾ എന്തെന്ന് പറയും? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ ഈ ഒരൊറ്റ സ്ലൈഡിൽ നിന്ന്. ഓക്കെ, ഇനി നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ കണ്ണിൽപ്പെടുന്ന കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മുടെ ആകാശത്തിൻ്റെ നീലനിറം, ഫോഗ്, മിസ്റ്റ്, റെയിന്, ഫുഡ് പാർട്ടിക്കിൾസ്, ബ്ലഡ് പോലും എന്താണ്? കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. സോയില്, ഫോർമേഷൻ ഓഫ് എ ഡെൽറ്റ, ഇതെല്ലാം എന്താണ്? നമുക്ക് കൊളോയിഡ്സ് തന്നെയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഈ സ്ലൈഡ് ആഡ് ചെയ്തതന്നേ ഉള്ളൂ. ഓക്കെ, സോ കൊയാഗുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്, പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പഠിക്കണം. കൊയാഗുലേഷനിലെ പ്രസിപ്പിറ്റേഷൻ എന്തായിരുന്നു? ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കാൾഡ് കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദ സോൾ. അല്ലേ, സെറ്റിൽ ചെയ്യുന്നു അല്ലേ, അതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ മെനി വേസ്. അല്ലേ, അത് നേരത്തെ പറഞ്ഞതാണ്. ഇതൊക്കെയായിരുന്നു ഇലക്ട്രോഫോറസിസ്, അല്ലെങ്കിൽ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസിനെ തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിനെ ആഡ് ചെയ്തുകൊണ്ട്. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മിക്സിംഗ് ടു ഓപ്പോസിറ്റ് ചാർജ്ഡ് സോൾസ്, അതുപോലെ ബൈ അഡിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലേ. പിന്നെ ബോയിലിംഗ് വഴി പറ്റും, ദെൻ പെർസിസ്റ്റന്റ് ഡയാലിസിസ് ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊയാഗുലേഷൻ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, കൊയാഗുലേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂളാണ് ഹാർഡി-ഷുവൽസ് റൂൾ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കൊയാഗുലേഷൻ എങ്ങനെയൊക്കെ സാധ്യമാകും എന്നുള്ളത്. ഒന്നെങ്കിൽ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസിനെ തമ്മിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. സോ ഇങ്ങനെ ആഡ് ചെയ്യുന്ന അയോണിനെയാണ് നമ്മൾ കൊയാഗുലേറ്റിംഗ് അയോൺ അല്ലെങ്കിൽ ഫ്ലോക്കുലേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ അയോണിൻ്റെ ചാർജ് അല്ല അതിൻ്റെ വാലൻസി കൂടുന്നതനുസരിച്ച് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള കൊയാഗുലേറ്റിംഗ് പവറും കൂടും എന്നാണ് പറയുന്നത്. വാലൻസി കൂടുമ്പോൾ കൊയാഗുലേറ്റിംഗ് പവറും കൂടും, അത്രയേ ഉള്ളൂ. ഇതാണ് ഹാർഡി-ഷുവൽസ് റൂൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കുക. അതായത് ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു സോളിനെ കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജുള്ള സോൾ വേണമല്ലേ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ചാർജ് വരുന്ന സമയത്ത് ആ വാലൻസി കൂടുന്നതനുസരിച്ച് കൊയാഗുലേറ്റിംഗ് പവറും കൂടും, അത്രേ പറഞ്ഞുള്ളൂ. ഇവിടെ നോക്കിക്കേ, അലൂമിനിയം 3+, ബേരിയം 2+, സോഡിയം പ്ലസ് അല്ലേ, Na+, ഇങ്ങനെ മൂന്നിൻ്റെ ആ ഒരു 3 അയോൺസിൻ്റെ ഫ്ലോക്കുലേറ്റിംഗ് പവർ ഇൻ ദ ഓർഡർ അലൂമിനിയം 3+, ഗ്രേറ്റർ ദാൻ ബേരിയം, അതിനേക്കാൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും സോഡിയത്തിന്. ഓക്കെ, ഗ്രേറ്റർ അലൂമിനിയത്തിനാണ് കൂടുതൽ ബേരിയത്തെക്കാൾ, അതിനാണ് കൂടുതൽ സോഡിയത്തെക്കാൾ. കാരണം എന്താണ്? വാലൻസി നോക്കിക്കേ, കൂടുതൽ ആർക്കാണോ അവർക്കായിരിക്കും പവർ കൂടുതൽ, അത്ര ഓർത്താൽ മതി. നെഗറ്റീവ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ ഹാർഡി-ഷുവൽസ് റൂൾ. കാര്യം ഓർത്തിരുന്നാൽ മതി. വാലൻസി കൂടിയോ കൊയാഗുലേറ്റിംഗ് പവർ കൂടും, അത്രയേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ. നെക്സ്റ്റ്, കൊയാഗുലേറ്റിംഗ് വാല്യൂ. കൊയാഗുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ മില്ലി മോൾസ് പെർ ലിറ്റർ റിക്വയർഡ് ടു പ്രസിപ്പിറ്റേഷൻ ഓഫ് എ സോൾ ഇൻ 2 hours ഈസ് കാൾഡ് കൊയാഗുലേറ്റിംഗ് വാല്യൂ. ഒരു കൊളോയിഡൽ സിസ്റ്റത്തിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് 2 മണിക്കൂർ കൊണ്ട് സെറ്റിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കൊയാഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, എത്രത്തോളം വേണം ഇലക്ട്രോലൈറ്റ്? 2 മണിക്കൂർ കൊണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്യും? സെറ്റിൽ ചെയ്ത് കിട്ടണം. അതിന് എത്രത്തോളം വേണം ഇലക്ട്രോലൈറ്റ്? ആഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ അളവ്, അത് കോൺസെൻട്രേഷൻ ആണ് പറയുന്നത്, മില്ലി മോൾസ് പെർ ലിറ്ററിലാണ് പറയുന്നത്. ഇത്ര മില്ലി മോൾസ് പെർ ലിറ്റർ ഇലക്ട്രോലൈറ്റ് വേണം ഇന്ന കൊയാഗുലേറ്റിംഗ് ഇന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ കൊണ്ട്. മനസ്സിലായോ? സമയം എത്രയാണ്? 2 മണിക്കൂർ. അത് ഓർത്തിരിക്കുക. 2 മണിക്കൂർ കൊണ്ട് ഒരു കൊളോയിഡൽ സിസ്റ്റത്തെ കൊയാഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ അളവ്, കോൺസെൻട്രേഷൻ മില്ലി മോൾസ് പെർ ലിറ്ററിലാണ് പറയുന്നത്. അതിനെ നമ്മൾ കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കൊയാഗുലേറ്റിംഗ് വാല്യൂ കുറഞ്ഞാൽ ഹയർ വിൽ ബി ദ കൊയാഗുലേറ്റിംഗ് പവർ. കുറച്ചളവ് മതി, കോൺസെൻട്രേഷൻ അല്ലേ, അത് കുറയും തോറും the higher will be the coagulating power, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡയാലിസിസ്. ഓക്കെ, ഡയാലിസിസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിഡ്നി പേഷ്യൻസിനെയും അവരുടെ ഡയാലിസിസ് ഒക്കെ കഥ കേട്ടതൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ. അപ്പം ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിസ്ട്രിയാണ് നമ്മൾ പറയുന്നത്. മറ്റേത് എന്താണ്? അതും ഇതേ പരിപാടി തന്നെയാണ്. അപ്പം നമ്മൾ ബ്ലഡ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു മെഷീനിലൂടെ ഇങ്ങനെ കടത്തി വിട്ട് അരിച്ചെടുത്ത് അഴുക്കെല്ലാം മാറ്റി തിരിച്ച് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്ന പരിപാടിയാണ് നമ്മളല്ലേ നമ്മൾ ക്ലിനിക്കലി അല്ലെങ്കിൽ ഡയാലിസിസ് കിഡ്നി പേഷ്യൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി അതാണ് ഈ പറയുന്നത്. It's a process of removing a dissolved substance from a colloidal solution by means of a diffusion through a suitable membrane. ആ മെംബ്രെയിനെ നമ്മൾ എന്തെന്ന് പറയും? സെമി പെർമേബിൾ മെംബ്രെയിൻ എന്ന് പറയാം. ഓക്കെ,
സിൻസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ അയോൺസ് ഒരു സ്മോളർ മോളിക്യൂൾ ആണല്ലോ നമ്മുടെ ഈ ഒരു ഡിസോർഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻ എ ട്രൂ സൊല്യൂഷൻ ക്യാൻ പാസ് ത്രൂ ആനിമൽ മെംബ്രെയിൻ, ബ്ലാഡർ ഓർ പാഷ്മെൻറ്റ് പേപ്പർ ഓർ സെലോഫെയിൻ ഷീറ്റ് ബട്ട് നോട്ട് ദ ക്ലോയിഡൽ പാർട്ടിക്കിൾസ്. ഒരു ട്രൂ സൊല്യൂഷൻ എടുത്താൽ അത് കടന്നു. ഇപ്പോൾ പഞ്ചസാര വെള്ളം എടുത്തൊരു പെർമിയബിളും വെള്ളത്തോട്ട് ഒഴിച്ചാലും നമുക്ക് പഞ്ചസാരയൊന്നും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. പക്ഷേ ക്ലോയിഡൽ സിസ്റ്റത്തിലെ ഫൈൻ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരിലൊക്കെ ഉപയോഗിക്കുന്നത്. ബ്ലഡ് ഒരു ക്ലോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ വേണ്ടാത്ത വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡയാലിസിസ് വഴി സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി തടഞ്ഞു നിർത്തി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഇപ്പം നമ്മൾ ബ്ലാഡർ, അതുപോലെ മെംബ്രെയിൻ അല്ലെങ്കിൽ പാഷ്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ സെലോഫെയിൻ, ഇതൊക്കെ എന്താണ് നമ്മുടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിളാണ് കേട്ടോ, ഓർത്തിരിക്കുക. The apparatus used for this purpose is called dialyzer. ഡയാലിസിസിന് ഉപയോഗിക്കുന്ന apparatus dialyzer. അത്രയേ ഉള്ളൂ. Then a bag of suitable membrane containing the colloidal solution is suspended in a vessel through which fresh water is continuously flowing. Okay. The molecule and ion diffuses through membrane into the outer water and pure colloidal solution is left behind. അതായത് colloidal solution അടങ്ങിയ ബാഗും ഒരു മെംബ്രെയിനിയസ് ബാഗാണ്. ഓക്കെ, ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് ചുറ്റിയ ബാഗാണ്. അതെടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിലോട്ട് ഇങ്ങനെ നമ്മൾ വെക്കുകയാണ്. സോ അന്നേരം എന്ത് സംഭവിക്കും? ഈ അകത്തുള്ള അയോൺസ് ഈ പുറത്തെ വെള്ളത്തിലോട്ട് അങ്ങ് പോകും. അവസാനം കൊളോയിഡൽ സൊല്യൂഷൻ മാത്രം എന്ത് ചെയ്യും? അവിടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ കാര്യമില്ല, ജസ്റ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട, കാര്യം പഠിച്ചു വയ്ക്കുക. സെമി പെർമിയബിൾ മെംബ്രെയിൻ അതിന് എക്സാമ്പിൾ, പിന്നെ ഡയാലിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, എന്താണ് സാധനം. ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണോ? ഓക്കെ. അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം. ഇതാണ് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, എ ബി എന്ന് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സൊല്യൂഷൻ അല്ലെ ഒരു കൊളോയിഡൽ സിസ്റ്റത്തെയാണ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടാണ് ഇത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്, ഓർക്കുക. അപ്പോൾ അത് ഡിഫ്യൂസിബിൾ അയോൺസ് ഉണ്ട്. അതിൽ സോഡിയവും ക്ലോറൈഡും ഡിഫ്യൂസിബിൾ അയോൺസ് ആണ്. R എന്ന് കൊടുത്ത R- എന്ന് പറയുന്നത് എന്തല്ല, നോൺ ഡിഫ്യൂസിബിൾ അയോൺസ് ആണ്. ഓക്കെ, ഈ മെംബ്രെയിനിലൂടെ കടന്നു പോവില്ല. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എന്താണ് ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം എന്നുള്ളത്? എന്താണ് അപ്പോൾ ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? when two solutions are separated by a membrane permeable to both water and small ions, അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് 2 സൊല്യൂഷൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ആ സ്ലൈഡിൽ കണ്ട പിക്ചർ പോലെ 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ട്, അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ബട്ട് വൺ ഓഫ് ദി കമ്പാർട്ട്മെൻറ്റ് കണ്ടെയ്ൻസ് ഇംപെർമിയബിൾ അയോൺസ് ലൈക്ക് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു R- അത് പ്രോട്ടീനാണ്, ഇംപെർമിയബിൾ ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. പക്ഷേ നമ്മൾ ആ പിക്ചറിലുള്ള സോഡിയവും ക്ലോറൈഡും അത് പരസ്പരം ഡിഫ്യൂസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഡിഫ്യൂസിബിൾ അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും വിച്ച് ഡിപ്പെൻസ് ഓൺ ആരാണ്? കാൽക്കുലേഷൻ ഓഫ് ഡൊണൈൻ. ഇനി പറയാൻ പോകുന്ന ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷനിൽ അനുസരിച്ചായിരിക്കും അവിടുത്തെ ഡിഫ്യൂസിബിൾ അയോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു കാൽക്കുലേഷൻ, അല്ലെ എന്താണ് ആ തിയറി എന്ന് പറയുന്നത്, അല്ലെ എന്താണ് ആ കണ്ടീഷൻ, ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയത്തിൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് ഡിഫ്യൂസിബിൾ ഇലക്ട്രോലൈറ്റ് ഇൻ ബോത്ത് കമ്പാർട്ട്മെൻറ്റ്സ് ആർ ഈക്വൽ. ഇപ്പം നേരത്തെ കണ്ട നമ്മൾ ആ ഒരു സ്ലൈഡിലോട്ട് നോക്കിക്കേ, ബി, അതായത് ഇക്വിലിബ്രിയം എത്തിയിട്ടുള്ള കാര്യം പറഞ്ഞേ, അതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലെയും എന്തായിരിക്കണം? ഡിഫ്യൂസിബിൾ ഇലക്ട്രോലൈറ്റ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. ഇപ്പം നോക്കിക്കേ ലെഫ്റ്റ് സൈഡ്, അപ്പം ബി എന്നുള്ളതാണ് നോക്കേണ്ടത്. ആഫ്റ്റർ റീച്ചിങ് ദ ഇക്വിലിബ്രിയം, ബി ലെഫ്റ്റ് സൈഡിലുള്ള കമ്പാർട്ട്മെൻറ്റ് ഡിഫ്യൂസിബിൾ അയോൺസ് സോഡിയം 9 ആണ്, ക്ലോറൈഡ് 4 ആണ്. 9 × 4 36. ഓക്കെ, റൈറ്റ് സൈഡിൽ 6 Na+ഉം 6 Cl- 1, 6 × 6 36. അപ്പം ആ കണ്ടീഷൻ ഓക്കെ ആയില്ലേ? അപ്പം ദ പ്രോഡക്റ്റ് ഓഫ് ഡിഫ്യൂസിബിൾ ഇലക്ട്രോലൈറ്റ്സ് ഇൻ ബോത്ത് കമ്പാർട്ട്മെൻറ്റ് ആർ ഈക്വൽ. അതുപോലെ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ഈച്ച് കമ്പാർട്ട്മെൻറ്റ് ഈസ് മെയിൻറ്റെയിൻഡ്. ന്യൂട്രാലിറ്റി നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ 9 Na+ഉം 5 R-ഉം 4 Cl-. അപ്പം പോസിറ്റീവ് ചാർജ് 9, മൈനസ് ചാർജ് 5 4 9 അല്ലേ? റൈറ്റ് സൈഡിൽ പിന്നെ നോക്കുക വേണ്ട, 6 6 എന്ന് കിടപ്പുണ്ട്, അപ്പോൾ 2 6. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദ ടോട്ടൽ നമ്പർ ഓഫ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അയോൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നാണ്. ആഫ്റ്റർ ദ ഇക്വിലിബ്രിയം ഈസ് സെയിം. നോക്കിയാട്ടെ നമ്മൾ പിക്ചറിൽ മുൻപ് എത്രയായിരുന്നു, അതായത് എ ഇനിഷ്യൽ കണ്ടീഷനിലും അതുപോലെ ബി ആഫ്റ്റർ റീച്ചിങ് ഇക്വിലിബ്രിയം. നമുക്ക് എന്താ നോക്കേണ്ടത്? ഓരോ പർട്ടിക്കുലർ അയോൺസ് നോക്കാം. എ എന്ന പിക്ചറിൽ നോക്കിക്കുക, അതായത് ഇനിഷ്യൽ കണ്ടീഷനിൽ 5 + 10 അല്ലേ, 5 + 10 മൊത്തം 15 Na+ ആയിരുന്നു ഉണ്ടായിരുന്നത്. 10 Cl-ഉം 5 R-ഉം ആയിരുന്നു. ഇനി ഇക്വിലിബ്രിയം റീച്ച് ആയപ്പോഴോ എത്ര Na+ ഉണ്ട്? 9 + 6 അഗെയിൻ 15 Na+ ഉണ്ട്. 5 തന്നെയാണ് R-, അതായത് പ്രോട്ടീൻ ആണ്, എന്താണോ നോൺ ഡിഫ്യൂസിബിൾ അയോണും 5 തന്നെയാണ്.
4 + 6 10 Cl-1 അപ്പം ആ ക്രൈറ്റീരിയം എന്തായിട്ടുണ്ട് ആ പിക്ചറിൽ കണ്ടോ കാണിച്ചിരിക്കുന്നതിൽ അക്സെപ്റ്റബിൾ ആണ് ആ ക്രൈറ്റീരിയം. സോ ഈ ഒരു ഇക്വിലിബ്രിയം ഈ ഒരു കണ്ടീഷനിലാണത് ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം എന്ന് പറയാനുള്ളത്. ഇത് ജസ്റ്റ് എന്താണ് നമുക്ക് ഈ ഡൊണൈൻ മെംബ്രെയിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ദ ലോവർ pH വാല്യൂസ് വിത്തിൻ ടിഷ്യൂ സെൽസ് ദാൻ ഇൻ ദ സറൗണ്ടിങ് ഫ്ലൂയിഡ്സ്. ഓക്കെ, നമ്മുടെ ടിഷ്യൂ സെൽസിൽ pH വാല്യൂ കുറവാണ് ദാൻ ദ സറൗണ്ടിങ് ഫ്ലൂയിഡ്. എന്തുകൊണ്ടാണ്? ആർ പാർട്ട്ലി ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് നെഗറ്റീവ് പ്രോട്ടീൻ അയോൺസ് വിത്തിൻ ദ സെൽസ് ബീങ് ഹയർ ദാൻ ഇൻ സറൗണ്ടിങ് ഫ്ലൂയിഡ്. അതായത് പുറത്തേക്കാൾ കൂടുതൽ പ്രോട്ടീൻസ് ടിഷ്യൂവിൻ്റെ അകത്തുണ്ടായിരിക്കും. അപ്പോൾ അത് നോൺ ഡിഫ്യൂസിബിൾ അല്ലേ, പ്രോട്ടീൻസിന് നെഗറ്റീവ് ചാർജ് അല്ലേ. സോ അതുകൊണ്ടാണ് എന്ത് pH വാല്യൂ കുറവായിരിക്കുന്നത് ടിഷ്യൂവിൻ്റെ. അത് ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ ദ pH വിത്തിൻ ദ സെൽ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ് പ്ലാസ്മ ഡ്യൂ ടു എന്താ RBCൻ്റെ ഒക്കെ റെഡ് സെൽസിൻ്റെ pHും കുറവാണ് പ്ലാസ്മയേക്കാൾ. എന്തുകൊണ്ടാണ്? വെരി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നെഗറ്റീവ്ലി നോൺ ഡിഫ്യൂസിബിൾ ഹീമോഗ്ലോബിൻ അയോൺ. ദിസ് വിൽ കോസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് H+ അയോൺസ് വിത്ത് എ ഹൈ കോൺസെൻട്രേഷൻ വിത്തിൻ ദ സെൽ. ഓക്കെ, അവിടെയും എന്താണ് pH കുറയാൻ കാരണം നോൺ ഡിഫ്യൂസിബിൾ ഹീമോഗ്ലോബിൻ അയോൺസിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ കാരണമാണ്. ഓക്കെ, then the chloride shift in the erythrocyte and higher concentration of chloride in CSF are also due to Doyne's effect. ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള സാധനവും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഡൊണൈൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ടിഷ്യൂ സെൽസിൻ്റെ pH കുറയുക, റെഡ് സെൽസിൻ്റെ pH കുറഞ്ഞിരിക്കുക, ദെൻ എന്താണ് ക്ലോറൈഡ് ഷിഫ്റ്റ്, ഇതൊക്കെ ഒരു ഡൊണൈൻ മെംബ്രെയിൻ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇമൾഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഇമൾഷൻ. An emulsion can be defined as colloids consisting of two or more non-homogeneous type of liquids, where in one of the liquid contain the dispersion of the different form of liquids. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ലിക്വിഡ് ആവുക. ഓക്കെ അല്ലേ, അത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഇമൾഷൻ. ടൈപ്പ് ഓഫ് ഇമൾഷൻ ആദ്യം വരുന്ന ഓയിൽ ഇൻ വാട്ടർ, അതായത് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഓയിൽ ആർ സസ്പെൻഡഡ് ഇൻ ആൻ അക്വസ് കണ്ടിന്യൂസ് ഫേസ്. ഓക്കെ, അതാണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് വരുന്ന ഓയിലാണ്. ഓക്കെ, there are most versatile of the emulsions types ആണ് these are the most versatile of the emulsion types. They exist in many forms. ഏതാണ് മയണൈസ്, ക്രീം ലിക്വേഴ്സ്, അതുപോലെ ടോപ്പിംഗ്സ്, ഐസ്ക്രീം, ഇതെല്ലാം എന്താണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പാണ്, സാധാ ടൈപ്പ് ഓയിൽ ഇൻ വാട്ടർ. Their properties can be controlled by varying both the surfactants used and the components present in the aqueous phase. ഓക്കെ, അതൊക്കെ വേരി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ ഒരു ഓയിൽ ഇൻ വാട്ടർ ആ ഒരു ഫോമിലുള്ള ഇമൾഷൻ്റെ പ്രോപ്പർട്ടീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ടൈപ്പ് നോക്കിയാൽ മതി. ഓയിൽ ഇൻ വാട്ടർ ആണ് ആദ്യം, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ഇത്ര നോക്കി വയ്ക്കുക. ഇത് വരുന്നത് വാട്ടർ ഇൻ ഓയിൽ. തിരിച്ച് വാട്ടർ ഇൻ ഓയിലാണ്, അതായത് ടൈപ്പിഫൈഡ് ബൈ ബട്ടർ, ദെൻ മാർഗരീൻസ് ആൻഡ് ഫാറ്റ് ബേസ്ഡ് സ്പ്രെഡ്സ് ഇൻ ജനറൽ. ഓക്കെ, ഇത് എക്സാമ്പിൾ നോക്കി വയ്ക്കുക. ദീസ് ഡിപ്പെൻഡ് ഫോർ ദെയർ സ്റ്റെബിലിറ്റി മോർ ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫാറ്റ് ഓർ ഓയിൽ ആൻഡ് ദ സർഫക്റ്റൻ യൂസ്ഡ് ദാൻ ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ അക്വസ് ഫേസ്. ഓക്കെ, ദെൻ അവിടെ അക്വസ് ഫേസ് എന്തായിട്ട് വരും? നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരും. ഓയിൽ ആ ഒരു ഫാറ്റ് അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രോപ്പർട്ടീനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Because of this, there are fewer parameters which can be varied to control their stability. കാര്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? വാട്ടർ ഇൻ ഓയിലാണ്. അതിന് എക്സാമ്പിൾ നോക്കി വയ്ക്കുക. ഇമൾഷൻ്റെ ആപ്ലിക്കേഷൻ അത് നോക്കി വെച്ചേക്കാം കേട്ടോ. ഓറൽ, റെക്ടൽ ആൻഡ് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് ഓയിൽ soluble drugs. The unpleasant taste or odor can be masked by emulsification. The absorption and penetration of medicament are enhanced by emulsification. Intramuscular injections of water-soluble drugs or vaccine to provide slow release. The use of sterile stable IV emulsion containing fat, carbohydrate and vitamins as a potential nutrition. ഓക്കെ, ഇത്രയും ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കിയിരിക്കുക, ഒന്ന് അറിഞ്ഞിരിക്കുക, ഇത്രയേ ഉള്ളൂ. ദെൻ എമൾസിഫയിങ് ഏജൻറ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഓയിൽ വിത്ത് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വിത്ത് ഓയിലൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തെന്നും പറഞ്ഞ് നല്ല പ്രോപ്പർ ഇമൾഷൻ ആയെന്നൊന്നും വരില്ല. ലൈക്ക് ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ. ഓക്കെ, ഇൻ ഓർഡർ ടു പ്രിപ്പയർ എ സ്റ്റേബിൾ ഇമൾഷൻ നമുക്ക് എന്ത് വേണം? ഇമൾസിഫയിങ് ഏജൻറ്റ് വേണം. The emulsifying agent forms an interfacial film between dispersed phase and the dispersion medium. അറിയാലോ, ഒരു ഫിലിം ഉണ്ടാക്കും. ദ കോമൺ എമൾസിഫയിങ് ഏജൻറ്റ്സ് ഫോർ ഓയിൽ ഇൻ വാട്ടർ ഇമൾഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ, ഗം, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്പ് എക്സെട്ര. ഓർത്തിരിക്കുക, ഓയിൽ ഇൻ വാട്ടർ ഇമൾഷനാണ് നമ്മൾ പ്രോട്ടീനും ഗമ്മും നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്പൊക്കെ ഉപയോഗിക്കുന്നത്.
ദ കോമൺ ഇമൾസിഫയിങ് ഏജൻറ്റ് ഫോർ എന്താണ് വൈഫ് ഓഫ് എന്നാണോ? അല്ല. വാട്ടർ ഇൻ ഓയിൽ ഇമൾഷൻസ് ആർ ഹെവി മെറ്റൽ, സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്, ലോങ് ചെയിൻ ആൽക്കഹോൾ, പിന്നെ ലാംപ്ലാക്ക് എക്സെട്ര. ഇതൊക്കെയാണ്. ഇതൊക്കെ വലിയ വലിയ സാധനങ്ങളൊക്കെ എന്താണ് വാട്ടർ ഇൻ ഓയിലിന് സഹായിക്കുന്ന ഇമൾസിഫയിങ് ഏജൻറ്റാണ്. പിന്നെ പറഞ്ഞ ഭാഗം പ്രോട്ടീനോ ഗമ്മോ നാച്ചുറലി സിന്തറ്റിക് സോപ്പൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇമൾസിഫയിങ് ഏജൻറ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് പഠിക്കുക. താങ്ക് യു. സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എഫിഷ്യൻ്റ് ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയാം 50ഓളം ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. ഒരു 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടി ഉണ്ടായിരിക്കും. പല ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, കെമിസ്ട്രി എന്നിങ്ങനെ 3ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ഡിഫറെൻറ്റ് മൊഡ്യൂൾസും നമുക്ക് വരുന്നുണ്ട്. 10ഓളം മൊഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു എക്സാം സിലബസ് ആണ് നമുക്ക് സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 50ഓളം ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. MCQ PDF-കൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാണോ നമ്മുടെ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെൽഫ് അനാലിസിസിനായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് മൊഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക് ബേസ്ഡ് ക്വിസുകളും. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ 10 റിവിഷൻ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9952645996 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. എഗെയിൻ വാച്ച് ചെയ്യാം. ക്വിസുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റുകളാണെങ്കിലും നിങ്ങൾക്ക് എഗെയിൻ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി MCQ PDF വേണ്ടവർക്ക് അത് വായിച്ച് പഠിക്കാനായിട്ട് PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിന്റബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിൻ്റെ ക്രാഷ് കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവിഷൻ ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് പോകുന്നത്. സ്റ്റുഡൻറ്റ് റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻറോൾ ചെയ്യാനായിട്ടും അതുപോലെ പഠിച്ചു തുടങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ്, അഭിപ്രായങ്ങൾ എല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.